am Valsa Vasukuti. Roots and Wings is a collection of my poems. Beneath the earth, our roots unravel, a tale etched in time, bold untold. In earth's cradle, we draw our power, anchored deep from dawn to dusk. ടീച്ചറെ ഇത് എത്ര വർഷം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ? 1.5 വർഷം എടുത്തു. 1.5 വർഷം എടുത്തു. 1.5 വർഷം എടുത്തു. ഓക്കെ, താങ്ക് യു. Excuse me, you are running beauty parlor? അത് കോംപ്ലിമെന്റ് ആണ്. സ്കൂളും കോളേജും പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്നു. ഈ സാറിനെ കൂടെ നിർത്ത്. സുന്ദരൻ സാറിനെ നിൽക്കട്ടെ. അവിടെ നിൽക്കേ. ഞാനും പിണറായി തമ്മിലുള്ളൊരു ആഹാര പ്രശ്നം. മധ്യാന്തങ്ങളില്ലാതകിലാണ്ട ജ്യോതിസ ദൈവമേ നീ ശരണം. പാരിൽ ചരാചര നാരായ വീരായ നാഥനെ നിൻ പാദം കൈ തൊഴുന്നേ. ഭൂമിയിൽ കാരുണ്യമേകിയ സർവേശ നാമത്തിൽ നിന്നെ നമിപ്പൂ ഞങ്ങൾ. ഭൂമിയിൽ കാരുണ്യമേകിയ സർവേശ നാമ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതരുടെ സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ VIP എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉത്സവസുകുട്ടി മാഡമാണ്. നിങ്ങളുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നറിയാം. ആ സൗഹൃദമാണ് ഇത്രയും ആളുകൾ പ്രകാശനങ്ങളുടെ വെച്ച് നടത്തി ആത്മാക്കളിൽ വസിക്കട്ടെ. നല്ല വരികളാണ്. ക്രിസ്തു വേദികൾ പോലെ ഒരു സാമ്രാജ്യം, കവിതയുടെ സാമ്രാജ്യം ഞാൻ വായിച്ച ഈ ചെറിയ കവിതയിൽ കാണാം. അതുപോലെ ആകാശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളെ തേടി അലയുന്ന ഒരു കവിയുടെ മനസ്സ് നമ്മൾ ഇതിനകത്ത് കാണുന്നു. അതിൽ ക്രിസ്തുവുണ്ട്, എല്ലാവരും ഉണ്ട്, നന്മയുടെ പ്രതീകമുണ്ട്. ഭൂമിക്കടിയിൽ വേരുകളും മുകളിൽ അതിൻ്റെ ചിറകുകളും കൊണ്ട് പറക്കുന്ന ഒരു മഹത്തായ മാനവ ജീവിതത്തിൻ്റെ പ്രകാശ കിരണമാണ് ഈ കവിത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് ഈ കവിതയുടെ ഒരു ഭംഗി നിങ്ങളെ അറിയിക്കണം എന്ന് മാത്രമാണ്. മലയാളത്തിലാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് ഒരു പരീക്ഷണം നടത്തിയതാണ് ഞാൻ. അത് നിങ്ങൾ കേട്ടപ്പോൾ അതിൻ്റെ ഒരു ഗാംഭീര്യം ആ കവിതയുടെ ഒരു കൃതി നിർബന്ധമായും ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ്. അത് ഞാൻ പഠിച്ചത് കിംഗ്ലിയാണ്. അതെല്ലാം പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയെങ്കിലും ഒരു 40 മാർക്കിട്ട് ജയിക്കാൻ വേണ്ടി ഉള്ള അവരുടെ ആദ്യത്തെ ഒരു കവിതാ സമാഹാരം ഇംഗ്ലീഷ് പോയംസ് ഞങ്ങൾ വലിയ ഉത്കണ്ഠയോടുകൂടിയാണ് അത് പബ്ലിഷ് ചെയ്തത്. കാരണം മലയാളികളിപ്പോൾ ഈ ഇംഗ്ലീഷ് കവിതകൾ വായിക്കുക എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മലയാള കവിതകൾ പോലും വായിക്കാത്തവരുടെ മഹാഭൂരിപക്ഷമാണ് നമ്മുടെ പങ്കെടുത്തത്. അതെല്ലാം കവിയത്രികളാണ്, എല്ലാം സ്ത്രീകളാണ്, കവിതകളുണ്ട്.
ശ്രീരാമനെ കുറിച്ച് അങ്ങനെ എഴുതി, നദിയുടെ ആഴത്തെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്. നദിയും കവിയത്രയും തമ്മിൽ ലയിക്കുകയാണ്. ഞാനാണ് ഗംഗ, ആ കവിയത്രയാണെങ്കിൽ ആ ഗംഗയോടുള്ള ഒരു വല്ലാത്ത റൊമാൻസ് ഈ കവിതയിൽ ഞാൻ കാണുന്നുണ്ട്. ഇത് എല്ലാം വായിക്കാൻ എനിക്ക് സമയമില്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ച്, നിങ്ങളെല്ലാം വലിയ വിദ്യാസമ്പന്ന ഓഡിയൻസാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ഒരു കവിത വായിക്കണമെങ്കിൽ, വായിച്ചത് നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ 1 മണിക്കൂർ നിൽക്കും. ഓരോ വരിയും വായിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ്, ഇതെല്ലാം പുതിയ പ്രൈസസാണ്. അല്ല, ഈ കവിതയ്ക്ക് പറ്റിയ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർമാരെല്ലാം നല്ല കഴിവുള്ളവരായിരുന്നു. അവർ നല്ല കവിതകളൊക്കെ എഴുതിയിരുന്നു. ശങ്കരപ്പിള്ള സാറൊക്കെ ഉണ്ടായിരുന്നു, ഹൃദയകുമാരി ടീച്ചർ എൻ്റെ ടീച്ചറായിരുന്നു. അവർ നല്ല ഒന്നാം തരം കവിയത്തിലാണ്. പക്ഷെ എന്നാലും മലയാളികളുടെ ഒരു സ്വകാര്യ ലേഖനങ്ങളൊക്കെ എഴുതാൻ, ഒരുപാട് സംഭവങ്ങൾ എഴുതാം, അനുഭവങ്ങൾ എഴുതാം, അതെല്ലാം എഴുതാം, അതെല്ലാവർക്കും എഴുതാം. പക്ഷെ കവിതയിലേക്ക് തിരിയുമ്പോൾ പതുക്കെ നമ്മുടെ കാല് തെറ്റാറുണ്ട്. ഇങ്ങനെ എന്താണ്, ഞാനൊരു ശ്രമം നടത്തി നോക്കി, പക്ഷേ എനിക്ക് 4 വരി പോലും എഴുതാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ 10-12 പുസ്തകങ്ങൾ പല തരത്തിലുള്ളതാണ്. കവിത എനിക്ക് ചേർന്ന് കേട്ടോ. ചേർന്ന് കേട്ടോ. Yes. നമ്മുടെ ഭാഗത്തിനപ്പോൾ വന്നത് ലളിതമായിട്ടുള്ളൊരു വരിയാണ്. മാധവിക്കുട്ടിയുടെ ഇംഗ്ലീഷുള്ളൊരു കവിതയാണ്, മലയാളമല്ല ഇംഗ്ലീഷാക്കി. കാരണം മാധവിക്കുട്ടി മലയാളത്തിൽ മാധവിക്കുട്ടിയായിട്ട് കഥകളാണ് എഴുതിയിട്ടുള്ളത്. കമലാദാസായിട്ട് എങ്ങനെയാവുന്നത് ആ വാക്കിൻ്റെ മുകളിലാണ്. കഥകളാണ് ടീച്ചർ പണി. വായിച്ച് പോകുമ്പോൾ തന്നെ എവിടെയോ ഇത് നിലയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. Deodars and willows in unspoken pain, their boughs barren, their veil a fading vision. The winding vein of tide has no whispers, the waters cloud-wrapped by fire's faded flutters. The splintered roots recline serene in rhyme, their ruined portals dangle with wailing wind. The herdsman strolls, sparse flock than yesterday's, his tear of soul like coal from endless nights. Guns once cried, the first golden glow with lull as guide. 10 from trees to pluck the reddest apples. കവിതകൾ എല്ലാ ഭാഷകളിലും വരണം. അതാണ് കവിത. നമ്മൾ ഒരു ഭാഷയിൽ തളച്ചിടാൻ പറ്റില്ല. ഐ ഡ്രീം ഇൻ വൺ എന്നേ പറയുന്നുള്ളൂ. ആ ഭാഷ മാറിക്കൊണ്ടേയിരിക്കും, നമ്മൾ മറക്കാൻ പാടില്ല. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി പുസ്തകം സ്വീകരിച്ച പ്രൊഫസർ ഗീത മുരളീധരൻ ഞങ്ങളോട് സംസാരിക്കും. അച്ഛൻ്റെ ജോലി കാരണം പല കാരണങ്ങളുണ്ട്. ഞങ്ങൾ മലയാളം സ്കൂളിൽ പഠിച്ചിരിക്കുന്നു, വീട്ടിലിരുന്ന് മലയാളം പഠിച്ചു. തന്നിട്ടല്ല. അപ്പോൾ സാർ എനിക്ക് മാപ്പ് തരണം. ദിവാകര സാർ, ഞാനിപ്പോൾ ഇംഗ്ലീഷ്. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ആൻഡ് ഐ എം ഓണേർഡ് ദാറ്റ് വത്സ ടീച്ചർ ഇൻവൈറ്റഡ് മീ ടു ദിസ് ഫംഗ്ഷൻ. Gold, silver or platinum. Kintsugi symbolizes അതിൻ്റെ കവിതയിലുള്ള ഭാഷയാണ്
ഞാൻ ഒരുപാട് ആഘോഷിച്ചത്. ഇന്നത്തെ ഡേറ്റ് ഇവിടെ വെച്ചോളാം. രാവിലെയും പറഞ്ഞു കട്ടിയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നു എന്നൊരു പരാതി കേൾക്കാറുണ്ട്. ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്നത് ഈ വളരെ PSI ലേക്കുള്ള ഒരു കവിത പഠിപ്പിക്കാറുണ്ട്. നമ്മളൊക്കെ വേസ്റ്റ് ലാൻഡ് എന്നുള്ള ഒരു കവിതയും പഠിപ്പിക്കും. ഈ കവിത കവി ആണ്